ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പനോരമിക് എക്സ്പ്രസ്സായ ഗ്ലേഷ്യർ എക്സ്പ്രസ്സിൽ സെർമാറ്റിൽ നിന്നും സെൻറ്റ് മോറിസിലേക്കുള്ള യാത്രയാണ്. ആദ്യമായി ഈ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ ബേണിൽ നിന്നും സെർമാറ്റ് വരെയും യാത്ര ചെയ്യേണ്ടി വന്നു രാവിലെ തന്നെ. അപ്പോൾ ആ സെർമാറ്റ് വരെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് കാണിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത പാർട്ടുകളിലായിട്ട് ഇടുന്നതായിരിക്കും. ഇതാണ് അതിൻ്റെ റൂട്ട്. നമ്മൾ സെർമാറ്റ്, അപ്പോൾ ചുമല കാണുന്ന സെർമാറ്റിൽ നിന്നും ബ്രിഗ് വഴി ആൻഡർമാറ്റ്, ഡിസെൻറ്റിസ്, കൂർ, അതുപോലെ അങ്ങനെ വന്ന് സെൻറ്റ് മോറിസിൽ അവസാനിക്കും. ഇതാണ് അതിൻ്റെ യാത്ര. ഞങ്ങൾ ബേണിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് 4:30 തന്നെ ഇറങ്ങിയാലേ ബേണിൽ വന്നിട്ട് ബേണിൽ നിന്ന് 2.5 മണിക്കൂർ 3 മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട്. ഈ എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഞങ്ങൾ സെർമാറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇതാണ് അതിൻ്റെ ഒരു ഹൈറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ്. നമ്മൾ സെർമാറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ 1704 മീറ്ററാണ് ഹൈറ്റ്. അത് താഴോട്ട് വന്ന് 1774 മീറ്ററുള്ള ഒരു സ്റ്റേഷനിൽ വന്നു. പിന്നെ വെച്ചാൽ ബ്രിഗ് അവിടെ 670 മീറ്റർ ഹൈറ്റ് ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഹൈറ്റ് കൂടിയാണ്. ആൻഡർമാറ്റിൽ വരുമ്പോൾ 1535 മീറ്റർ ഉണ്ട്. കഴിഞ്ഞ് ഒബ്രാൾ പാസിലാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ളത്. 2033 മീറ്റർ ഹൈറ്റിലേക്ക് അത് കയറുന്നു. അവിടുന്ന് വീണ്ടും താഴോട്ടിറങ്ങി ഇങ്ങനെ വന്ന് സെൻറ്റ് മോറിസ് തീരുന്നു. ഇതാണ് ഈ ട്രെയിനിൻ്റെ ടൈമും ഷെഡ്യൂളും എല്ലാം. നമുക്ക് വിൻ്റർ ഷെഡ്യൂളും സമ്മർ ഷെഡ്യൂളും 2 രീതിയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ട്രെയിൻ പിന്നെ നമ്മൾ വിൻ്റർ സീസണിൽ ട്രെയിൻ 2 എണ്ണം സെർമാറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അവിടെ അത് തന്നെ സെൻറ്റ് മോറിസിൽ അവസാനിക്കും. അതുപോലെ തന്നെ സെൻറ്റ് മോറിസിൽ നിന്ന് 2 എണ്ണം സ്റ്റാർട്ട് ചെയ്യും. അത് വന്ന് സെർമാറ്റിൽ അവസാനിക്കും. നമ്മുടെ സൗകര്യം അനുസരിച്ച് എവിടെ നിന്നാണോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഭാഗത്ത് എത്തിച്ചേരുക. അവിടുന്ന് 8 മണിക്കൂർ നേരം ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് ഈ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ഇതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. നമുക്ക് 920, 902 2 ട്രെയിനാണുള്ളത് ഈ സമ്മർ സീസണിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ള ഇതിൻ്റെ ടിക്കറ്റ് നിരക്കുകളാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 20,000 രൂപയാകും സെക്കൻഡ് ക്ലാസ്സിൽ ടിക്കറ്റും റിസർവേഷനോടെ. ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ അത് 30,100 രൂപയോളം ആകും. അതുപോലെ തന്നെ എക്സലൻസ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് 71,232 ആവും. അത് നമ്മൾ പിന്നെ ഇത് അവിടുത്തെ സിസ് പാസ് എടുക്കുകയാണെങ്കിൽ സിസ് പാസ് എടുക്കുന്നവർക്ക് പിന്നെ നമുക്കൊരു 7,800 രൂപയാകത്തുള്ളൂ സെക്കൻഡ് ക്ലാസ്സിൽ. അതേസമയം ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ 9,500 രൂപയാകും. നമ്മൾ ഈ പോകുന്ന ബേണിൽ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞങ്ങൾ നേരെ സെർമാറ്റിൽ വന്നിട്ട് സെർമാറ്റിൽ നിന്നാണ് ഈ ഗ്ലേഷ്യർ എക്സ്പ്രസ് പിടിക്കുന്നത്. അവിടുന്ന് നമ്മൾ സെർമാറ്റിൽ നിന്ന് 8 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ സെൻറ്റ് മോറിസിൽ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഈ ഗ്ലേഷ്യർ എക്സ്പ്രസിൻ്റെ യാത്ര എന്ന് പറയുന്നത്. നമ്മൾ സെർമാറ്റിലേക്ക് പോകുന്ന വഴിക്ക് ബ്രിഗ് ആ ഭാഗം അവിടെ തൊട്ട് ഓൾമോസ്റ്റ് സെയിം റൂട്ടിലാണ്. ഞങ്ങൾ സെയിം റൂട്ടിലൂടെയാണ് ഈ സെൻറ്റ് മോറിസിലേക്ക് നമ്മൾ ചെന്നത്. ഈ മുകളിലുള്ള മലയുടെ മുകളിലൊക്കെയുള്ള ഐസുരുകി ഇങ്ങനെ ചെറിയ കൈതോടുകളായിട്ട് വന്നിട്ട് അത് വലിയ തോടുകളായിട്ട് ഒഴുകി പോകുന്നതാണ് ഈ കാണുന്നത്. നിറയും ഈ വലിയ ഉരുളൻ കല്ലുകളൊക്കെ കിടപ്പുണ്ട്. വെള്ളത്തിൻ്റെ കളറിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സബ്സ്റ്റേഷനാണ് നമ്മുടെ ഇവിടുത്തെ പോലെയുള്ളൊരു സബ്സ്റ്റേഷൻ അപ്പുറം കാണുന്നു. ഈ മലകളുടെ ഇടയിലുള്ള ആ തോടും അതിൻ്റെ സൈഡ് വഴിയുള്ള റെയിലും റോഡ് ഗതാഗതവുമാണ് മെയിനായിട്ട് നമ്മളിവിടെ കാണുന്നത്. ഇവിടെയൊക്കെ കുറച്ചുകൂടെ പച്ചപ്പുണ്ട് മരങ്ങൾക്ക്. മലകളുടെ മുകളിലെല്ലാം മഞ്ഞ് പൊടിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള മരങ്ങളെല്ലാം ഒരുമാതിരി പച്ചപ്പ് നഷ്ടപ്പെട്ട് ഒരുമാതിരി ഒരു ജീവനില്ലാത്ത മരങ്ങൾ പോലെ തോന്നുന്നതാണ്. ഈ മഞ്ഞ് കുറച്ചുകൂടെ കുറഞ്ഞ് നമ്മളിപ്പം ഈ മഞ്ഞുകാലം ഈ ഭാഗത്തൊക്കെ മഞ്ഞുകാലം മാറി വരുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഇവിടെയൊക്കെ മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് മാറി വരുന്നതനുസരിച്ച് മരങ്ങൾക്ക് ജീവൻ വെച്ച് പൊട്ടിത്തെളുത്ത് പൂത്ത് കായ്ച്ച് അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഈ മഞ്ഞ് വരുമ്പോൾ വീണ്ടും അവൻ നിദ്രയിലേക്ക് പോകും. ഇതുപോലെ തന്നെ
ഈ സൈക്കിൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നു. കരിങ്കല്ലാണ്, അത് മുഴുവൻ പൊട്ടിച്ചിങ്ങനെ മലയിൽ നിന്ന് ഇടിഞ്ഞു കിടക്കുന്ന പോലെ കാണപ്പെടുന്നു. നമ്മുടെ ഇവിടെ തന്നെ വ്യത്യസ്തമായി നമ്മൾ ഈ പല മലകളിലേക്ക് നോക്കിയാൽ കരിങ്കല്ലുകളൊക്കെ ഇങ്ങനെ അടുക്കുകളായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം ഒരു ഒറ്റക്കല്ല് പോലെ ഇങ്ങനെ ഇരിക്കുന്നത്, അതിനകത്ത് നിന്ന് ആൾക്കാർ പൊട്ടിച്ചെടുക്കുന്നത്. ഇതിങ്ങനെ മലയുടെ ഒരു കട്ട് ചെയ്തിരിക്കുന്ന ഷേപ്പ് തന്നെ ഒരു സൈഡ് തന്നെ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത്. അത് തന്നെ ഇങ്ങനെ പല പല ലെയർ, വളരെ ചെറിയ കനത്തിലുള്ള ലെയറുകളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ സ്റ്റേഷനാണ്, ഈ സ്റ്റേഷനിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. ഈ ട്രെയിനിൽ ഇവിടുന്ന് കയറി സെർമാറ്റിൽ ഇറങ്ങി അവിടുന്ന് ഈ പറഞ്ഞ ഗ്ലേഷ്യർ എക്സ്പ്രസ്സിൽ, മലയാളത്തിൽ ഹിമാനി എന്ന് പറയും, അതിൽ യാത്ര ചെയ്യാൻ വേണ്ടി രാവിലെ സമയം ഇപ്പോൾ ഒരു 8 മണിയോടെ അടുക്കുന്നേ ഉള്ളൂ. പിന്നെ നല്ലതായിട്ട് വെയിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇവിടെ എല്ലാം ഈ പിന്നെ പുല്ലൊന്നും അങ്ങോട്ട് പച്ചപ്പായിട്ടില്ല. ഇവിടെ എല്ലാം ഇങ്ങനെ മരച്ച്, ഈ മഞ്ഞ് വീഴ്ച ഉള്ളതുകൊണ്ട് മരച്ച് തന്നെ കിടക്കുവാണ് ഇപ്പോഴും. മുകളിൽ മരങ്ങളിലും എല്ലാം മഞ്ഞ് കിടക്കുന്ന കാണാം. മഞ്ഞ് വീഴ്ച കുറഞ്ഞ് മാറിയ സ്വിറ്റ്സർലൻഡിൻ്റെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇപ്പം നല്ല പച്ചപ്പുള്ള പുല്ലുകൾ കാണാം നമുക്ക്. ഇത് നമ്മളൊരു പർവ്വത നഗരമാണ്. ഈ മാറ്റർഹോൺ എന്നുള്ള പർവ്വതം ഇവിടെയാണ്, സെർമാറ്റിലാണ്. നമ്മൾ മാറ്റർഹോണിൽ നമ്മൾ പിന്നെ മലയുടെ മുകളിൽ കയറുന്നില്ല. നമ്മൾ 2 സ്ഥലത്താണ്, ജംഗ്ഫ്രോച്ചും ടിറ്റ്ലിസും 2 മലകളാണ് നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്വിസ് പാസ് എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് വലിയ കോസ്റ്റ് വരുന്നില്ല. ഡയറക്റ്റായിട്ട് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ കോസ്റ്റ് കൂടുതലാണ്. സ്വിസ് പാസ് ആകുമ്പോഴത്തേനും നമുക്കൊരു 3500 രൂപ വരുന്നുള്ളൂ, 3700 രൂപയൊക്കെ ഉള്ളൂ ഒരു ദിവസം. ഞങ്ങൾ 15 ദിവസത്തെ സ്വിസ് പാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അന്നേരം 15 ദിവസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിലും ട്രാമിലും ബോട്ടിലും എവിടെ വേണമെങ്കിലും കയറാം. പിന്നെ മലകൾ കയറിയുമ്പോഴത്തേനുള്ള പ്രത്യേക പിന്നെ ഈ കേബിൾ കാറിനൊക്കെ നമുക്ക് അവിടെ ആ മലയുടെ എത്രയാണോ രൂപ അത് കൊടുക്കേണ്ടി വരും. അല്ലാത്ത ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പം തൊട്ട് നമുക്ക് വെളുപ്പിനെ തൊട്ട് പാതിര വരെയും നമ്മുടെ മെയിനായിട്ടുള്ള ഇവിടുത്തെ ഈ ബസ്സുകളും ട്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 4:30-ക്കാണ്. ഒരു 12 ആകുമ്പോഴത്തേനും എല്ലാം തീരുകയും ചെയ്യും. ഈവൻ പിന്നെ ഇത് ഫ്ലൈറ്റ് പോലും മിഡ് നൈറ്റ് തുടങ്ങി ഒരു 4:30 വരെയും ഇല്ല. അതാണ് സ്വിറ്റ്സർലൻഡിലെ ഒരു പ്രത്യേകത. അത്രയും ടൈമിൽ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങട്ടെ എന്നുള്ള ആണെന്ന് തോന്നുന്നു അവരുടെ ഒരു പോളിസി. ഞങ്ങൾ രാവിലെ 4:30-ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അന്നേരം നമ്മൾ തൊട്ട് അടുത്ത് തന്നെയാണ് ട്രാം സ്റ്റേഷൻ. ട്രാമിൻ്റെ അവിടെ നിന്ന് കയറി നമ്മൾ ബേൺ സിറ്റിയിൽ ഇറങ്ങി. ബേണിൽ നിന്നാണ് നമ്മൾ ട്രെയിന് ഇങ്ങോട്ട് വരുന്നത്. ഒരു 2.5 മണിക്കൂറോളം യാത്രയുണ്ട് ഇങ്ങോട്ട്. നമ്മളിപ്പം ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സെർമാറ്റ് എന്ന് പറഞ്ഞ ടൗണ്. എല്ലാം നിറയെ ബിൽഡിങ്ങുകളാണ്. എല്ലാം അതിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ മഞ്ഞുണ്ട്. വളരെ താപനില വളരെ കുറവാണ്. സ്റ്റേഷനിലേക്ക് എത്തി. നമ്മൾ ഈ കാണുന്നതാണ് സെർമാറ്റ് സ്റ്റേഷൻ. മുഴുവൻ മുകളെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുകയാണ് എല്ലായിടവും. നമ്മുടെ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ മരം കൊച്ചുന്ന തണുപ്പാണ്. ഞങ്ങൾ വെളിയിലിറങ്ങി ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഒരു വലത് കൈയിലെ മാത്രം കയ്യുറയിടാതെ ബാക്കി ഇടത് കൈയിൽ കയ്യുറയിട്ട് ആണ് ഷൂട്ട് ചെയ്തത്. കുറച്ച് നേരം വെളിയിൽ സ്റ്റേഷൻ്റെ ഇവിടം വരെയാണ് സ്റ്റേഷന് കവറേജ് ഉള്ളത്. വെളിയിൽ കവറേജ് ഇല്ല. ഞങ്ങൾ വെളിയിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. ആ ഭാഗത്ത് കുറച്ച് നേരം നിന്ന് അല്പസമയം നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കൈ മറിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് എടുത്തിട്ട് അന്നേരം തന്നെ നമ്മൾ പിന്നെ കയറൊക്കെ ഇട്ട് അകത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇവിടെ വെളിയിൽ ഇറങ്ങി അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ മഴ പെയ്തിട്ടുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോമിൽ മഴവെള്ളം ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. കുറച്ച് രാവിലെ 8:30 ആയിട്ടും ഇങ്ങനെ മഞ്ഞ് മൂടി ഭയങ്കര തണുപ്പായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇവിടെ.
നമ്മൾ അടുത്ത പാർട്ടിലാണ് നമ്മൾ ഇവിടുന്ന് ഈ 8 മണിക്കൂർ യാത്ര. ഇത് വളരെ സ്ലോ ആയിട്ടാണ്. ഒരു 290 നമ്മൾ പോകുന്ന യാത്രയെന്ന് പറയുന്നത് നമ്മൾ ലോകത്തിലെ ഏറ്റവും വേഗം കുറഞ്ഞ എക്സ്പ്രസ് ട്രെയിൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ ട്രെയിൻ ഏകദേശം 8 മണിക്കൂറിനുള്ളിൽ 91 തുരങ്കങ്ങളിലൂടെയും 290-ലധികം പാലങ്ങളിലൂടെയും കടന്നു പോകുന്നു. സ്വിറ്റ്സർലൻഡിൻ്റെ ഗ്ലേഷ്യർ എക്സ്പ്രസ്. നമ്മൾ ആ വ്യൂസൊക്കെ അടുത്ത വീഡിയോ തൊട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.